Hey guys, testing Insta360 X5 വ്ളോഗിങ്. നോക്കട്ടെ ഗൈസ് ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. ജസ്റ്റ് ഞാൻ എടുത്തുകൊണ്ട് പുറത്തു പോകാനുള്ള പരിപാടിയിലാണ്. സൗണ്ട് ക്ലാരിറ്റി വീഡിയോ വിഷ്വൽസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. എങ്ങനെ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. നമ്മൾ വിളിക്കാനായിട്ട് ഇബിനു വന്നിട്ടുണ്ട്. സോ കുറച്ച് നേരമായിട്ട് അവിടെ നിൽക്കണമെന്ന് തോന്നുന്നു. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് ഇതൊരു റെഗുലർ സാധനമാക്കാനുള്ള പ്ലാനാണ് ഗൈസ്. നീ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഞാൻ എടുക്കുന്നില്ല. ഞാൻ മറ്റേ ഷാസിനടുത്ത് പറയുന്നത് എന്ത് ഇയാളാണോ മടി കണ്ടുപിടിച്ചത്? ആര്? ഞാനാ? ഓ പിന്നെ ഇയാൾ ഒരുപാട് ഭയങ്കര മറ്റേ ഹൈപ്പർ ആക്റ്റീവ് ആളായതുകൊണ്ട് നമ്മളൊക്കെ നോർമൽ. പ്രായമാകുമ്പോ എല്ലാരും ലേസിയാവും. പ്രായമായിട്ടില്ലല്ലോ. എനിക്കായി. നിങ്ങളൊക്കെ നിങ്ങളെ പ്രായം വെച്ചാണ് കമ്പയർ ചെയ്യണം. മര്യാദക്കിരുന്ന ഞാൻ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നോടാ. ഒരു കോണ്ടന്റ് ആയിട്ടേ. ആർക്ക്? നിനക്കാ? ഇത് എനിക്കൊരു കോണ്ടന്റ് അല്ല. നീ എന്നെ പൊക്കി പറയണം എന്റെ കോണ്ടന്റില്. എങ്ങോട്ടാണ് നമ്മൾ പോണം? ഡിസ്ട്രിക്ട് പോവാം. ടെസ്റ്റിംഗ് X5. ഞാൻ ആദ്യമായിട്ടാണ് വേറൊരാൾ വണ്ടി ഓട്ടിക്കുമ്പോൾ വ്ളോഗ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മിസ്റ്റർ ഇബിനുമായിട്ട് എന്തോ അവന്റെ പരിപാടി സെറ്റാക്കാൻ പോവുകയാണ്. എന്തിനാണോ? ടീം ലഞ്ചാ? അവന്റെ ടീമിൽ ലഞ്ചിന് പോണതിന് എന്നെ കൊണ്ടുപോകണം കേട്ടാ. എന്തിനാണോ എന്തോ ഓ അങ്ങനെ ചോദിച്ചല്ലേ അബദ്ധത്തിന്. എന്തായിരുന്നു നമ്മൾ എന്തോ കോൺടെക്സ്റ്റ് എന്തായിരുന്നു മറന്നില്ല. ഓണത്തിന്റെ സദ്യ. ഓ നമ്മള് അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഫേവറേറ്റ് സ്ഥലങ്ങളുണ്ടല്ലോ. സർവീസ് കംസ് ഫസ്റ്റ് ഗൈസ്. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി. നിങ്ങളെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഭയങ്കരമായിട്ട് അടുത്തോട്ടൊക്കെ. X5 ടെസ്റ്റിംഗ് നോക്കട്ടെ. വീണ്ടും വരാം ഗൈസ്. എന്താണ് വൈറ്റില ജംഗ്ഷനിൽ തിരക്ക്. ഈ സിഗ്നൽ പച്ചയായി. ഓ കേട്ടോ, അത് വൈറ്റ് എടുത്തോ. എനിക്ക് ഇറങ്ങി പോയിക്കാം. ഗൈസ് ഓൺകോറിൽ എത്തിയിരിക്കുകയാണ്. ഇബിനു മൊത്തം കോപ്പിറൈറ്റ് ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. താങ്ക് യു. നമ്മൾ ഇവൻ്റെ ബുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് കോപ്പിറൈറ്റ് ഏരിയയിൽ നിന്ന്. കൊള്ളാം കേട്ടോ ഈ സാധനം ടെസ്റ്റിംഗ്. ഓക്കെ Oh, nice. Angle test. അങ്ങനെ ഗൈസ്, നമ്മൾ അടുത്ത ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി അജാസിനെ സാധനം കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ ഇബിനു വന്ന് വിട്ടിട്ട് പോയി. ഇനി ഇവരുമായിട്ട് ഇനി പുറത്തു പോകാമെന്ന് വിചാരിച്ചിരിക്കുക. മറ്റേ പോയട്രി എപ്പിക് പോയട്രി കഫേ എന്നൊരു കഫേ ഉണ്ട് വയറ്റില്ല. അപ്പം അവിടെ പോയി കുറച്ച് നേരം ചില്ല് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ വരാം ഗൈസ്. ഞായറാഴ്ചയാണല്ലോ എല്ലാവരും ഫ്രീ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ക്യാച്ചപ്പ് ചെയ്യാം. മാത്രമല്ല ഈ ഒരു വ്ളോഗിങ് സെറ്റപ്പിൻ്റെ ടെസ്റ്റിങ്ങും കൂടെയാണ് ഗൈസ്. എത്രത്തോളം ഇത് കൊള്ളാം, സൗണ്ട് എങ്ങനെയുണ്ട്, വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് ഞാൻ തീരുമാനിക്കണം ഇത് വെച്ച് വ്ളോഗ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ലെറ്റ്സ് സീ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പോകാനുള്ള അജാസും സനയും വന്നിരിക്കുകയാണ്. അജാസ് മാത്രമല്ല, സനയില്ലേ? വീണ്ടും നമ്മൾ പാസഞ്ചർ സീറ്റിലോട്ട്. ഓ ഇതെടുത്തു ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. കാണാൻ വയ്യല്ലേ?
അങ്ങനെ കഴിച്ച് എവരെയും കുറെ നാൾക്ക് ശേഷം കണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ റെക്കോർഡ് ചെയ്യണത്. കൊള്ളാലോ. ഇതിന്റെ ഒരു 0.5 ആണെന്ന് തോന്നുന്നു അല്ലേ ഇത് ഇട്ടേക്കുന്നത്? ഇതിലും ആദ്യമായിട്ടാണ്. ഇത് മറ്റേ കമ്പ്യൂട്ടറിലാകുമ്പോ അറിയാം എന്തൊക്കെയാണ് പ്രശ്നം. ഈ സാധനത്തില് ഫസ്റ്റ് പവർ ഓഫ് സന, പവർ ഓഫ് സന ഈ പേര് മാറ്റുന്ന നല്ലത്. എന്റെ വായില് പവർ ഓഫ് സനേ വരും. അപ്പൊ ശരി ഗൈസ്, നമ്മള് ഏതോ കഫേയിൽ അവരെന്നെ കൊണ്ടുപോവാണ്. ഞാൻ അവിടെ പോയിട്ട് ഇന്ന് ഞാൻ കഫേ ഇപ്പൊ ഡിസ്ട്രിക്ട് സോണിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മൊത്തത്തില് അനങ്ങാൻ വയ്യ. ഫുഡിങ് ആയിരുന്നോ? ഫുഡിങ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു മൊയ്ത്തോ അടിച്ചത്. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് തുടങ്ങാൻ പോകുന്നു. അത് ഇമ്മാരത്ത് ഞാൻ പറയുകയും ചെയ്തു. സദ്യ ലാസ്റ്റ് ആണ്, ഇനിയൊരു തിരിച്ചു പോക്കില്ല എന്നുള്ളതിൽ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് ആയിട്ടൊക്കെ തിന്നാം, അതൊന്നും കുഴപ്പമില്ല. എന്തായാലും തിങ്കളാഴ്ച മുതൽ, ഇന്ന് സൺഡേ അല്ലേ. അവര് ഭയങ്കര നന്നായി, അതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുന്നത്. ഒരു മുമ്പൊരു കാലം ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ രണ്ടിനെ മോട്ടിവേറ്റ് ചെയ്ത് ജിമ്മിൽ പോവാൻ പറഞ്ഞൊരു കാലം. എന്നിട്ട് ഇവര് ജിമ്മിൽ കയറി ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നപ്പോ ഒരു കൊല്ലം നമ്മൾ ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ജിമ്മിൽ പുറത്ത് ജോയിൻ ചെയ്യാം, ഇവിടുത്തെ ജിമ്മ് വേണ്ട. ഞാൻ എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്യും ഗൈസ്, പക്ഷെ എനിക്കതിന്റെ ബാധകമല്ല. എനിക്ക് സെൽഫ് മോട്ടിവേഷൻ ആണ് എനിക്ക് വേണ്ടത്. എന്റെ അമ്മ ഒടുക്കത്തെ വെയിറ്റ്. യെസ് യെസ് ഗൈസ്, ഈ പാലം വെരി ഐക്കോണിക്. എന്താ പേര്? ചങ്ങമ്പുഴ പാലം, എന്തോന്ന്? കണിയാമ്പുഴ പാലം. കണിയാമ്പുഴ പാലത്തിൽ കൂടി നമ്മൾ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സെറ്റ്. ഇത് വെച്ചിട്ട് വേണം എനിക്ക് ഇനി ട്രാവൽ പോവാൻ. വ്യൂ നല്ല രസമുണ്ട്. ഇതല്ല വ്യൂ, സത്യം പറഞ്ഞാൽ ഇത് 360 ഇട്ടിട്ടാണ് ചെയ്യാനുള്ളത്. 360 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റീഫ്രെയിം ചെയ്യാം. നമ്മളെയും കിട്ടും, ഫ്രണ്ടും കിട്ടും, സൈഡും കിട്ടും, എല്ലാം കിട്ടും. എന്നിട്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ഏത് ആംഗിൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് എടുക്കാന്നേ ഉള്ളൂ. ഇത് ഞാൻ വ്ളോഗിങ് ആംഗിൾ ഇട്ടേക്കണേണ്, മനസ്സിലായില്ലേ? കറക്റ്റ് നമ്മൾ ആ മൊബൈലിലൊക്കെ ചെയ്യണ പോലെ തന്നെ, മൊബൈൽ അൾട്രാ വൈഡ് ഇടുന്ന പോലെ സംഭവം, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ പരിപാടി. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ആദ്യം കഫേ എത്തട്ടെ. ടാറ്റ ബൈ ഗൈസ്. ഇതാണ് എപ്പിക് പോയട്രി കഫേ. അതേ മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ കട ഉണ്ടാ? ആരും ഇല്ലേ? ഉണ്ടോ ആൾക്കാർ? ആരൊക്കെയോ ബോറടിച്ചിരിപ്പുണ്ട്. നമ്മളും പോയി നോക്കട്ടെ എന്താണ് സീൻ എന്നുള്ളത്. ഈ വഴിയൊക്കെ കാണുമ്പോഴേ ആൾക്കാർ പെട്ടെന്ന് കോൺഷ്യസ് ആവും. വ്ളോഗിന്റെ അതെ, ആൾക്കാരെയൊക്കെ വ്ളോഗ് ഫ്രണ്ട്ലി ആക്കി എടുക്കണം. നമ്മൾ അകത്തോട്ട് കാണട്ടെ, എന്നിട്ട് തുടങ്ങാം. ബൈ. ഒരു കുടിൽ അല്ലല്ലേ, നമുക്ക് വന്നിട്ടുണ്ട്. ഇതാണ് കഫേ, സൂപ്പർ അല്ലേ? എപ്പിക് പോയിട്ട് നിങ്ങൾ ആദ്യം ഇടണം. കാരണം ഇപ്പോഴും മിക്കവാറും പറയും ക്ലോസ്ഡ് ആണ്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ ബോർഡ്. ഓ ഗൈസ്, വീണ്ടും ഓണം. ഹാപ്പി ഓണം. സെൽഫി മാനിയാക്കായി വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ എപ്പിക് പോയട്രിയിൽ കേറിയിട്ട് ഇറങ്ങി. അവിടെ ഫുഡൊന്നും ഇല്ല, അതായിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള പരിപാടിയിലാണ് ഗൈസ്. ഇത് ഇങ്ങനെ ഈ ആംഗിൾ പിടിക്കാം ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഫുഡ് കിട്ടില്ല. ഇതിന്റെ 3ാമത്തെ പ്രാവശ്യമാണ്, 3 തവണയും ഫുഡില്ല. ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് എന്തോ ഒരു പ്രോൺസിന്റെ എന്തോ ഒരു സാധനം അത് കിട്ടി. അല്ലാതെ 3 പ്രാവശ്യം ഇവിടെ വന്ന് ഇറങ്ങി ഇതേപോലെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയി. ഇവിടെ വരുന്നതിന് മുമ്പേ ഇവിടെ വിളിച്ചു ചോദിക്കണം കൈസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഫുഡ് വീണ്ടും മെനു വീണ്ടും എന്തൊക്കെ സീനുണ്ട് കേട്ടോ. ആ ഡ്രിങ്ക്സ് മാത്രമാണ് എപ്പോഴും കിട്ടുന്നത്, ഫുഡില്ല. സോ ബേസിക്കലി ഇറ്റ്സ് എ കോഫി ഷോപ്പ് വിത്തൗട്ട് സ്നാക്സ്. കേക്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ഡയബറ്റീസ് ഒക്കെ വരുത്താൻ. അല്ലാതെ വയറിന് ഗുണമുള്ള സാധനങ്ങളൊന്നും ഇല്ല ഗൈസ്. കേക്കൊക്കെ എല്ലായിടത്തും ലാവിഷാണ്. എന്നാലും അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ ഗൈസ്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കാം. നല്ല വെയിൽ, മഴയൊക്കെ തീർന്നു.
അങ്ങനെ ഗൈസ് നമ്മൾ കഫിക്കാനയിൽ വന്നിരിക്കുക. എന്താ ചെയ്യാ നമ്മളിങ്ങനെ കഴിക്കാൻ വേണ്ടി ഇറങ്ങി നിന്നെ ഇറക്കിയതാണ്. ഓ അങ്ങനെ വെളിയിൽ നിന്ന് ഇറങ്ങിയതാണ്. എനിക്ക് വയ്യ. സനയുടെ ഡോറൊക്കെ തുറന്നു കൊടുത്താലേ ഇറങ്ങുള്ളൂ. വൻ ടീമാണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് കഫിക്കാനയിലെത്തി ഗൈസ്. ശരിയായോ? ഇല്ല, അടുത്ത ആഴ്ചക്ക്. ഓ ഇത് മറ്റേ സപ്ലൈ മറ്റേ ഇത് അല്ലേ? അതുകൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും തറവാട്ടിലെത്തിയിരിക്കുകയാണ്. സെക്കൻഡ് ഹോം. പെട്ടെന്ന് കൊറിയൻ ബൺ കഴിക്കാൻ തോന്നി ഗൈസ്. അതുകൊണ്ട് ഞാൻ കഫിക്കാനയിലെത്തി. എവര് കഴിച്ചിട്ടില്ലല്ലോ. സോ ലെറ്റ്സ് സീ. വരാ ഗൈസ്. സന ഫോട്ടോഗ്രാഫർ സനയുടെ അല്ല, ക്യാമറ വുമൺ സനയുടെ ഒപ്പം പവർ ഓഫ് സെൽഫ്. അതിനിടയിൽ നമ്മള് ജീവിച്ചു വെക്കേണ്ടത്. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ഈ ലെവൽ ഇതൊന്ന് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും പറയുന്നു കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും പറയാം. ഇതാണ് ഈ പ്രശ്നം. ഈ പടി താക്കുന്നതാണ് ഇനി പറഞ്ഞല്ല വേറെ എന്തെങ്കിലും പടി. സ്വിച്ച് ചെയ്യുമ്പോ തനിയെ താഴോട്ട് വരുന്ന സെറ്റ് ആയിരുന്നു. പക്ഷെ ഭയങ്കര ഇതിന്റെ പ്രശ്നം തന്നെ ഭയങ്കര വൈഡാണ് കേട്ടോ. അതാണ് പ്രശ്നം. എനിക്ക് അതേ ഉള്ളൊരു കുഴപ്പമായിട്ട് ഇത് തോന്നുന്നു. ഇതാണ് നമ്മുടെ കൊറിയൻ ബൺ. അജാസെ കമോൺ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ കഴിച്ചിട്ടുണ്ട്. അജാസിന്റെ റിയാക്ഷൻ അറിയാം. കഴിച്ച ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുള്ളതാ. റിയാക്ഷൻ കിങ്ങിനെ കൊണ്ടുവന്നിരുന്നു. സത്യം കഴിച്ചല്ലേ? അല്ലേ ഇത് കഴിച്ചവരാരും ഫുഡല്ല എന്ന് പറഞ്ഞിട്ടില്ല. സന നോക്കിയ ഡയറ്റ് ചെയ്യുന്ന ഒരാളെ നോക്കിയ ചൂടുവെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന ഫുഡ് കഴിക്കേണ്ട സമയത്ത് കഴിക്കുക. സൂപ്പർ അല്ലേ? അടിപൊളിയാണ് ഗൈസ്. ഇത് നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞു. ക്രീം ചീസും ഗാർലിക്കും നൈസ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമ്മളൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇതാണ് സാധനം. ഇത് നമ്മൾ കഴിക്കട്ടെ ഗൈസ്. നമ്മൾ പാസ്ത വന്നിരിക്കുകയാണ്. ഫെറ്റുച്ചീനി. ഈ ഒരു ബ്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അടിപൊളിയാണ്. ബേസിലാണോ? പെസ്റ്റോ സോസാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്യും. എല്ലാം കഴിച്ചിട്ടുള്ളതല്ലേ? ഞാൻ എല്ലാം കഴിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം കഴിക്കാതെ ഒരുപാട് ഫ്ലേവർഫുൾ അല്ല, ലൈറ്റ് ഫ്ലേവർ. ഇത് വേണം ചില്ലി ഫ്ലേക്സ് ബ്രെഡ് കഴിച്ചോ? പക്ഷെ കണ്ടിട്ട് എന്താ എനിക്കൊരു സാലഡിന്റെ രൂപം തോന്നുന്നു. ഒരുപാട് ഫ്ലേവർഫുൾ അല്ല. ഇതാണ് സാധനം. പൊളിതാണ്. നിങ്ങൾ ഭയങ്കര ഹെൽത്തി ഫീലാ. നിങ്ങൾ കഴിച്ചാൽ ഞങ്ങൾക്ക് ഒറ്റ അൺഹെൽത്തി ഫീലിംഗ് ഇല്ല. ഇതൊക്കെ കഴിച്ചാൽ മതി. ഇത് കൊള്ളാണ്. ഇത് ഞാൻ ഇനി ദിവസം ഇതാക്കാൻ പോകും. ഇതെന്താന്നറിയോ? ഈ കിടക്കുന്ന സാധനം എന്താന്നറിയോ? പാസ്ത അല്ലേ? മൈദ. ഇതാണ് എന്നും കഴിക്കാൻ പോകുന്നത്. നല്ല കാര്യം. സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടാക്കി വിളിച്ച് പറയണം. ആണ്ടിലൊരിക്കൽ തിന്നാം. ഒട്ടി മാറ്റുന്നില്ലേ? ന്യൂട്രൽ രീതിയിലല്ലേ? ഇത് ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ നല്ലതായിരിക്കും ചിലപ്പോൾ. ചെറിയ ഇറ്റാലിയൻ ടേസ്റ്റ് ഉണ്ട്. ആ